ബഹിരാകാശത്ത് തുടർച്ചയായ മറ്റൊരു അഭിമാന നേട്ടവുമായി ISRO ചരിത്രം കുറിച്ചു. തിരുവനന്തപുരത്തുള്ള ISRO ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റിൽ നിന്നും വികസിപ്പിച്ച യന്ത്രക്കൈ ബഹിരാകാശത്തെത്തിച്ച് പ്രവർത്തിപ്പിച്ചതിലൂടെയാണ് ഈ ചരിത്ര നേട്ടം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സാധ്യമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചലിക്കുന്ന യന്ത്രക്കൈ സാങ്കേതികമായി അറിയപ്പെടുന്നത് റീലോക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ എന്നാണ്. ഒരു ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ വരുന്ന വിവിധ ആവശ്യങ്ങൾക്കായി സുരക്ഷിതമായി ഉപയോഗപ്പെടുത്താനാകുന്ന യന്ത്രമാണിത്. ബഹിരാകാശത്തിലൂടെ നീങ്ങുന്ന വിവിധ വസ്തുക്കൾ പിടിച്ചെടുക്കാനും അവയെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ടുവരുവാനും ഇത്തരം യന്ത്രക്കൈകൾ ഉപയോഗപ്പെടുത്താനാകും. ബഹിരാകാശത്ത് വളരെ വേഗത്തിലാണ് വസ്തുക്കൾ സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ അവയെ പിടിച്ചു നിർത്തുന്നതിനും സുരക്ഷിതമായി പേടകത്തോടടുപ്പിക്കുന്നതിനും ഇത്തരം സംവിധാനം ഏറെ ഗുണം ചെയ്യും. മാത്രവുമല്ല, ബഹിരാകാശ പേടകത്തിൽ വന്നേക്കാവുന്ന അറ്റകുറ്റപ്പണികൾക്കും ഇവ ഏറെ പ്രയോജനം ചെയ്യും. ഒപ്പം നിരീക്ഷണങ്ങൾക്കും അവശിഷ്ട ശേഖരണത്തിനുമെല്ലാം ഈ റോബോട്ടിക് ഹസ്തം വിനിയോഗപ്പെടുത്താനാകും. ബഹിരാകാശ ദൗത്യഭാവിയിൽ പേടകങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായും ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനാകും. നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ സംവിധാന സഹായം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് റിലോക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ അഥവാ RRMTD എന്ന ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ളൂ. ISROയുടെ ശ്രമഫലമായി ഇന്ത്യയും ഈ സാങ്കേതിക വിദ്യാ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബഹിരാകാശ വിക്ഷേപണം നടത്തിയ POEM-4 അതായത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മ്യൂഡ്യൂളിലാണ് ഈ യന്ത്രക്കൈ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. സ്പെഡെക്സ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം സാധ്യമാക്കിയ PSLV C60 ദൗത്യത്തിന്റെ ബാക്കിയായ റോക്കറ്റിന്റെ 4ാം ഘട്ടത്തിലാണ് ISRO ഈ യന്ത്രക്കൈ ഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇതോടനുബന്ധിച്ച വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണ നിലയിൽ റോക്കറ്റുകളുടെ 4ാമത്തെ ഘട്ടം ബഹിരാകാശത്തൂടെ ഉപയോഗശൂന്യമായി തീർന്ന് അലയുകയാണ് പതിവ്. എന്നാൽ യന്ത്രക്കൈ പരീക്ഷണത്തിന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ റോക്കറ്റ് വിനിയോഗപ്പെടുത്തിയതിലൂടെ ബഹിരാകാശ മാലിന്യങ്ങളുടെ വർധനവ് തടയുന്നതിനും വൻ തുക മുതൽ മുടക്കി നിർമ്മിക്കുന്ന റോക്കറ്റിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള ISROയുടെ ശ്രമം കൂടിയാണ് ഫലമണിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിരീക്ഷണ ക്യാമറ, സെൻസറുകൾ, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം ഈ റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രക്കൈയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചിരകാല അഭിലാഷമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിലും ചന്ദ്രനിലേക്കുള്ള അടുത്ത ദൗത്യത്തിലും ഈ സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുള്ള ഒരുക്കമായിട്ടാണ് ഇത്തരം ഒരു പരീക്ഷണം ISRO യാഥാർത്ഥ്യമാക്കിയത്. PRMTD എന്ന ഈ പരീക്ഷണ ഘട്ടത്തിൽ ചെറിയ ബഹിരാകാശ വസ്തുക്കളെയാണ് യന്ത്രക്കൈ ഉപയോഗിച്ച് പിടിച്ചെടുത്തത്. ഈ പരീക്ഷണം വിജയിച്ച സ്ഥിതിക്ക് അടുത്ത വിക്ഷേപണങ്ങളിൽ ഇതിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ISRO മുതിരും. അടുത്തിടെ ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ച് ISRO ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ യന്ത്രക്കൈ പരീക്ഷണവും ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.